Okay. Good evening to all. How are you? I'm fine. Okay. What about you? I'm fine today. എന്താ സമജ്ഞ കഴിക്കുന്നേ? എന്താ മോളെ? എപ്പോ? മിസ് എവിടെയാ പോയത്? എപ്പോ പോയിന്നാ? ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. മിസ് ഇത് എവിടെ ഇട്ടായിരുന്നു. ആ മിസ് ഇങ്ങനെ ഒരു ഹൗസ് ബോട്ടിങ്ങിലായിരുന്നു. കണ്ടോ? മിസ് ഹൗസ് ബോട്ടിൽ പോയി ഞാൻ കണ്ടിനി. ആഹാ നിങ്ങളെ കണ്ടല്ലേ? നിങ്ങളൊക്കെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ടല്ലേ? ഒപ്പന സൂപ്പർ തന്നെ. ആയിക്കോട്ടെ, താങ്ക് യു. മിസ് വെള്ളച്ചാട്ടത്തിൽ പോയില്ല? ഹലോ, ആദിഷ് പോയായിരുന്നോ? ഇല്ല. അതുകൊണ്ട് ഇന്ന് സൗണ്ട് ഒക്കെ പോയി വെള്ളത്തിൽ കളിച്ചിട്ട്. അമ്മ ഹൗസ് ബോട്ടിൽ പോകുന്നുണ്ട്. പോന്നുണ്ടോ? നല്ല രസാണ് കേട്ടോ. ഓക്കേ, എല്ലാരും വന്നോ? Yes. Okay, let's start. Yes. Okay, welcome to our Arabic class. Okay. കഴിഞ്ഞ ക്ലാസ് ഫനസിൻ വരച്ച് തന്നില്ലേ എന്റെ മക്കൾക്ക് മിസ്? ഫനസിനെ ഓക്കെ. ഇനി കലമൻ മാത്രമേ പഠിക്കാനുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറബിക് ടെക്സ്റ്റ് ബുക്ക് ഫിനിഷായി. പിന്നെ എന്ത് ചെയ്യും നിങ്ങൾക്ക് മിസ്? ഇതാ ഈ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ കവർ ചെയ്ത് തരും. ഓക്കെ, ഇവിടെ പാഠം തീർന്നിട്ട് സ്കൂളിൽ വന്നു കഴിഞ്ഞാല് ഇനി ഇതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് കേട്ടോ. ഈ ബുക്ക് നമുക്ക് ഫിനിഷ് ആവാറായി. ഇനി ഇതിന്റെ എക്സാം ഉണ്ടാവും. എക്സാം കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം എന്നുള്ള നിലയിൽ ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മറ്റുള്ള എക്സാമിന്റെ കൂടെ നടത്താതിരുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട വിചാരിച്ചിട്ടാണ്. ഇനി ഇന്ന് ഒരു പാഠം കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ. മീൻസ് കലമന്റെ പാഠം കൂടെ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു എക്സാം ഉണ്ടാവും. എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഫാത്തിമ കുട്ടി, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നോ? മദ്രസയിൽ പോണാന്നല്ലേ? അതുകൊണ്ടല്ലേ രാവിലത്തെ ക്ലാസ്സിലില്ലാന്നേ? ഓക്കെ. Okay, today we will study about letter cough. Cough, letter cough. എങ്ങനെ എഴുതുന്നത് നോക്കാം. നമ്മൾ ഫ എഴുതിയില്ലേ ഫനസിന് എഴുതുമ്പോ? അതുപോലെയാണ് വരുന്നത്. എന്താ മക്കളെ? ഇത് ഏതാ അക്ഷരം? ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ലെറ്റർ ഫ ആണ് അല്ലേ? ഫനസിൽ പഠിച്ചു, നമ്മൾ ഫ പഠിച്ചു അല്ലേ? ഇത് നോക്കേ, ഇനി ഇവിടെ തന്നെ ഒരു കുത്തും കൂടി മിസ് ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ? കണ്ടോ? ഇതിപ്പോ എന്താ വായിക്കുന്നേ? കോഫ്. എന്താ? കോഫ്. മിസ്സേ കാണുന്നില്ല. അതെന്താ കാണാത്തെ?
കാണുന്നുണ്ടോ? ഓക്കെ, നോക്കിയേ എത്ര കുത്തണ്ടേ? ക്വാഫ്. എന്താ? ക്വാഫ്. എന്താ മക്കളെ? ക്വാഫ്. ഇനി നമ്മൾക്ക് ക്വാ ഈ കു. കാ കി കു. കാ കി കു. പറഞ്ഞേ. വെരി ഗുഡ്. ആദിശ ശ്രദ്ധിക്കുന്നുണ്ടോ? ആദിശേ എവിടെയോ നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി കാഫ് വരുന്ന ഒരു വാക്ക് മിസ് പരിചയപ്പെടുത്താണ്, ശ്രദ്ധിക്കണേ. ലാ മുൻ. കലമുൻ. 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 വായിച്ചേ. ആരോമൽ, what you want? തമോനെ. മിസ് ഒന്നും കൂടി പിന്നെ സ്ക്രീൻ സ്റ്റോപ്പ് ആക്കിയിട്ട് ഒന്നും കൂടി ഓൺ ആക്കാവോ? കാണുന്നില്ല. കാണാമോ? കലമുൻ. കലമുൻ മീൻസ് പേന, പെൻ. കലമുൻ മീൻസ് പെൻ. പെൻ. ആർക്കാ പെന്ന് വരക്കാൻ അറിയുന്നേ? ഒന്ന് വരച്ചേ പെൻ. മിസ്സിന്റെ ബോർഡിൽ ആര് വരക്കണ്ട? അതാരാ വരച്ചേ? ഭവിക. ഭവിക കുട്ടി. ഭവിക കുട്ടിയുടെ ബുക്കിൽ വരച്ചേ. നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് വരച്ചാൽ മതി കേട്ടോ. മിസ്സിന് ഇവിടെ വരക്കാൻ പറ്റുന്നില്ല. മിസ് മൗസ് വെച്ച് വരക്കുന്നില്ല. എന്റെ മക്കൾ ബുക്കിനകത്ത് പറ്റുന്നവർ വരക്കും കേട്ടോ. നോക്കാം നമുക്ക്.
ആഹാ, നന്നായിട്ട് ഭവിക വരച്ചിട്ടുണ്ടല്ലോ. കലമുൻ. കലമുൻ മീൻസ് കലമുൻ. This is a kalamun. 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 Say all of you. Kalamun. 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 Okay, kalamun എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിക്കേ, എഴുതിയേ. ഇതാണ് കലമുൻ. കലമുൻ. Kalamun. Kalamun. എഴുതിയോ? ഓക്കെ. ഇനി മിസ് ഒന്നുകൂടെ മൊത്തം ഒന്ന് റിവിഷൻ ചെയ്തു തരാം, ശ്രദ്ധിക്കണേ. ഓക്കെ, ഫസ്റ്റ് പാഠം നമ്മൾ പഠിച്ചത് എന്താ? സമറുൻ. സമറുൻ അല്ലേ? സമറുൻ. സമറുൻ മീൻസ് ഫ്രൂട്ട്സ്. അതിൽ നമ്മൾ സ, സി, സു ഈ അക്ഷരങ്ങൾ പഠിച്ചു. സെക്കൻഡ് വൺ ഹബിലുൻ. ഹബിലുൻ മീൻസ് റോപ്പ്. അതിൽ നമ്മൾ എന്ത് പഠിച്ചു? ഹ, ഹി, ഹു. നെക്സ്റ്റ് വൺ ഖതമുൻ. ഹ, ഹി, ഹു. നെക്സ്റ്റ് സാൽ. Zanabun. Zanabun means wall. Okay. Okay. Next one, Zahrun. Zahrun means flower. Za, zi, zu. Okay. Next one, Basalun. Basalun means onion. Ba, sa, si, su. Next, la, bailun. Bailun means egg. La, li, lu. Next one, tobilun. Tobilun means drum. It's the instrument, musical instrument, right? Okay, ta, twi, tu. Next, alamun. Alamun. Alamun means flag. Ain പഠിച്ചു, ആ യു പഠിച്ചു. Next, anamun. Anamun means goat. Next, fanasun. Fa, fi, fu. Last one, kaf. Kaf, kalamun. Ka, fi, ku. Kalamun. Okay. ഇത്രയും കാര്യമാണ് ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? ഇതുവരെ മിസ് എഴുതി തന്ന കാര്യങ്ങൾ എഴുതിയിട്ടും വായിച്ചിട്ടും പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടായിരിക്കും. അടുത്ത ക്ലാസ്സിലോ അതിനപ്പുറത്തെ ക്ലാസ്സിലോ എക്സാം നടക്കും. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികളെല്ലാം സ്കൂളിലോട്ട് വരാൻ പോവുകയാണ് അല്ലേ? UKG ഉള്ളവർക്ക് ഇപ്രാവശ്യം വരാൻ കഴിയും തോന്നില്ല, പിന്നീട് വരാൻ പറ്റുമായിരിക്കും. അപ്പോ 1ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം അടുത്ത 1ാം തീയതി മുതൽ എന്ത് ചെയ്യും? സ്കൂളിലോട്ട് വരുന്നില്ലേ? ആഹാ, ഭവികൾക്ക് സന്തോഷായി, ഭവികക്ക് അല്ലേ? ഓക്കെ. അപ്പോ UKG മക്കൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഞങ്ങൾക്കൊന്ന് സ്കൂൾ തുറന്നു തരണേ, ഞങ്ങൾക്കൊന്ന് സ്കൂൾ തുറന്നു തരണേ എന്ന് പ്രാർത്ഥിച്ചാല് നിങ്ങൾക്കും പെട്ടെന്ന് സ്കൂൾ ഓപ്പൺ ആവും ട്ടോ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ? മിസ് ഇതുവരെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ നന്നായിട്ട് വായിക്കാം. നോട്ടിനകത്ത് എഴുതി തന്നിട്ടുണ്ടല്ലോ മിസ്, ഉണ്ടല്ലോ? ഓക്കെ. അപ്പൊ ആ അക്ഷരങ്ങളാണ് കൂടുതൽ പഠിക്കേണ്ടത്. മിസ് എഴുതുന്ന അക്ഷരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്.
നിങ്ങൾക്ക് വരുന്ന എക്സാമിൽ വാക്കുകൾ എഴുതാനുണ്ടാവില്ല, പക്ഷെ അക്ഷരങ്ങൾ എഴുതാനുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കലമുന്ന പാഠത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കാഫ് എഴുതാനുണ്ടാവും. മനസ്സിലായോ? കാഫ് ആണ് നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക. ചിലപ്പോ ക്രീ എഴുതാണ്ട കൂ എഴുതാനുണ്ടാവും. കലമുൻ, കലമുന്റെ പിക്ചർ വന്നിട്ട് കലമുന്ന് വേറൊരു സ്ഥലത്ത് എഴുതി കഴിഞ്ഞാൽ അത് മാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. മനസ്സിലായോ? വാക്കുകൾ എഴുതി പഠിക്കേണ്ട, അക്ഷരങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കണ്ടൂ. ഫാവും കാഫും സിമ്പിൾ ആണ്. ഫ എന്ന അക്ഷരത്തിന് ഒരു കുത്ത് മാത്രമേ ഉള്ളൂ. നോക്കിക്കേ, നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെന്ന ഫാവും ഈ ക്ലാസ്സിൽ പഠിപ്പിച്ച കാഫും തമ്മിൽ ചെറിയ ഡിഫറൻറ്റേ ഉള്ളൂ. ശ്രദ്ധിക്കണേ, പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫനസുൻ വരച്ചില്ലേ, ജാക്ക് ഫ്രൂട്ട്, അതിന്റെ ഫ ആണ്. ഫനസുൻ, ഫ. നെക്സ്റ്റ് ഇതിന് 2 കുത്ത് കൊടുത്താൽ മതി, അപ്പൊ കാഫാവും. കലമുന്റെ കാഫാവും. ഇത് കാഫ്, ഇത് ഫ. ഒരു കുത്ത് അധികം ഇട്ട് കഴിഞ്ഞാൽ അക്ഷരം മാറി. ഓക്കെ, ഇഷാൻ എന്താ മോനെ ഡൗട്ട്? മിസ്, അക്ഷരങ്ങൾ ഓർഡറിൽ എഴുതാനുണ്ടാവുമോ? ഓർഡറിൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഈ ഒരു എക്സാമിന് ഓർഡറിൽ എഴുതാനുണ്ടാവില്ല, പക്ഷെ മിസ്സിംഗ് ലെറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ മിസ് ഇടയ്ക്കിടയ്ക്ക് അക്ഷരങ്ങൾ തരും, അതിനിടയിൽ വരുന്ന അക്ഷരങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അക്ഷരങ്ങൾ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ എക്സാമിന് റെഡി ആയിട്ട് നിന്നോളൂ. നെക്സ്റ്റ് വീക്ക് ഉണ്ടാവില്ല, അതിനപ്പുറത്തെ വീക്കിലായിരിക്കും എക്സാം നടത്തുക. ഓക്കെ, വാട്സാപ്പിലായിരിക്കും എക്സാം ഉണ്ടാവുക. ചിലപ്പോ മിസ് വീട്ടിൽ നിന്നായിരിക്കും എക്സാം ഇടുക, അത് പറയാൻ പറ്റില്ല. ചിലപ്പോ സ്കൂളിൽ തന്നെ ആയിരിക്കും. പെട്ടെന്ന് ആൻസർ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആയിഷാമാന കളർ കൊടുക്കണോ? ആ കൊടുത്തോളൂ. ആയിഷാമാന പ്ലീസ് അൺമ്യൂട്ട്. എന്താ മിസ്സേ? എന്താ മോളെ ഹാൻഡ് റൈസ് ചെയ്തേ? മോളെ എന്തിനാ കൈ പൊക്കി? എന്തിനാ? എന്താ പറയണ്ട മിസ്സിനോട്? അങ്ങനെ. ഓക്കെ, വെരി ഗുഡ്. ഫാവും കാഫും മനസ്സിലായോ മോൾക്ക്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഉണ്ടോ? ഓക്കെ, ഇനി ഒന്ന് എല്ലാവരും റിലാക്സ് ആയോ? ഒന്ന് എണീറ്റ് നിന്ന് എല്ലാവരും. പെൻ ഡൗൺ, ക്ലോസ് യുവർ അറബിക് ബുക്ക്, clap your hands. Okay, sit there. Are you happy now? Yes. ചിരിച്ച എല്ലാവരും. യാ, ഉമ്മറിന്റെ ചിരിയാണ് ഏറ്റവും ബെറ്റർ. ഒന്നുകൂടി ചിരിച്ചു ഉമ്മറേ. അത് ആക്ടിങ് ആണ്. ശരിക്കും ചിരിച്ച, ആത്മാർത്ഥമായിട്ട് മിസ്സിനെ കാണുന്ന പോലെ ഒന്ന് ചിരിച്ചേ. ഓക്കെ, നല്ല മക്കളായിട്ട് ആദ്യം മുതൽ സ്കൂളിലോട്ട് വാട്ടോ. ആരൊക്കെ വരണം എന്നുള്ളത് സ്കൂളിൽ നിന്ന് ഇൻഫോം ചെയ്യും. ഒന്നിടെ വിട്ടിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക കേട്ടോ. കാര്യങ്ങളൊക്കെ സാർ പറയും. ഇനി സമജ്ഞ കുട്ടി എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് പാടി കൊടുത്തേ. പാടുന്നുണ്ടോ സമജ്ഞന്റെ? മിസ്, ഞാൻ പെൻ വരച്ചു. വരച്ചോ? എവിടെ? കാശിക്കുട്ടോ, നീ പെന്ന് വരച്ചോ? ആഹാ, കാശി ഇത് അടിപൊളി പെന്ന് വരച്ചിട്ടുണ്ട് കണ്ടോ? കാശിനാഥ് വരച്ച പെന്ന് കണ്ടോ നിങ്ങൾ? കലമുൻ, അതിന്റെ അടിയിൽ അറബിയിൽ കലമുൻ എഴുതിയ മോനെ. കാശി, കലമുൻ.
Kishan, where is your Kalamun? അടുത്ത് വെക്ക് കാണുന്നില്ല മിസ്. കണ്ടില്ല മോനെ. ഇഷാന് കാണുന്നില്ല മിസ്. ഓക്കെ വെരി ഗുഡ്. കണ്ടു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ സമജ്ഞ സ്റ്റാർട്ട് ചെയ്തോളൂ. കവിത നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കോളൂ. തിങ്കളും കാലങ്ങളും തൂവെള്ളിക്കാതിർച്ചിന്നും തുങ്കമാകാൻ ചോട്ടിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം, ഇന്നിതാ ചിരിക്കുന്നു പലൊളി ചെയ്ത മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറും തച്ചൊരു കുന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. മധുവിൻ മത്താൽ പറയും മൂളുന്നു മധുപങ്ങൾ, മധുരാമിജീവിതം ചെറുതാണെന്നാകിലും പരതൻ കഷ്ടപ്പാടോ ചെറുമക്കൾ എത്താണേ പറവോ മഹത്വം പരസേവനം കാര്യം. ആരല്ലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. അല്ലാണ്ട് ഫീൽ ആയി മിസ്സിന് കേട്ടോ, ഇഷ്ടായി, സൂപ്പർ. വിദ്യാലയത്തെ കുറിച്ചാണ് സമജ്ഞ പാടിയതല്ലേ? മനസ്സിലായി നിങ്ങൾക്ക്? എന്താ വിദ്യാലയം എന്ന് പറഞ്ഞാല്? എന്താ മക്കളെ? സ്കൂൾ. ഇനി ആരാ പാടുന്നേ? ഓക്കെ ഭവിക. മാനത്തുണ്ടൊരു വലിയ താളം, താളത്തിലൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. മാനത്തുണ്ടൊരു വെള്ളിത്താലം, താളത്തിലൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. നമ്മിൽ നോക്കുമ്പോൾ കൂടി നടിക്കും, നമ്മിൽ നോക്കുമ്പോൾ നമ്മിലെ നോക്കും, നമ്മൾ നടക്കുമ്പോൾ കൂടെ നടക്കും, നമ്മളോടുമ്പോൾ കൂടെയോടും, നമ്മൾ ചടുമ്പോൾ കൂടെ ചാടും. മാനത്തുണ്ടൊരു വെള്ളിത്താളം, താളത്തിലൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. അന്തിവെള്ളയിൽ മനത്ത് പൊങ്ങും നേരം വെളുക്കുമ്പോൾ കാണൂല, വെണ്ണില താരങ്ങൾക്കിടയിലൂടെ ഓടി ഒളിക്കുന്നൊരമ്മാവൻ, വെണ്ണില താരങ്ങൾക്കിടയിലൂടെ ഓടി ഒളിക്കുന്നൊരമ്മാവൻ. മാനത്തുണ്ടൊരു വെള്ളിത്താലം, താളത്തിലൊരു പേരുണ്ട്, പേര് ചൊല്ലിയാൽ നിങ്ങൾ ചിരിക്കും. അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അമാന. بستان بستان جموسم بستان فيه الأزهار أجمل أزهار أجمل
അഹ്മറു അസ്ഫറു അബിയുൽ ഫീഹി അബു ഫീഹി പുസ്താൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പുസ്താൻ എന്ന് പറഞ്ഞാല് അറിയോ? ബുസ്താൻ മീൻസ് ഗാർഡൻ അല്ലേ? ബുസ്താൻ പൂന്തോട്ടം. എന്തൊക്കെ കളറിലുള്ള പൂക്കളാമാണ് ഉള്ളത്? അഹ്മർ, ബിയല്, വൈറ്റ്, റെഡ്, മഞ്ഞ. ഓക്കെ. ഇപ്പൊ ആയിഷാമാന് പാടിയത് പൂന്തോട്ടത്തെ കുറിച്ചുള്ള അറബിക് പാട്ടാണ്. അത് നിങ്ങൾക്ക് മിസ് പഠിപ്പിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ആയിഷാമാന് പാടിയ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മിസ് പഠിപ്പിച്ചു തരും. അറബി മാത്രം പഠിച്ചാൽ പോരല്ല, അറബിക്കിന്റെ ഒരു സോങ് എങ്കിലും പഠിക്കണ്ടേ? അറബിക് സോങ് പഠിക്കണ്ടേ? വേണ്ടേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പഠിപ്പിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അറബിക് പോയം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ എല്ലാരും എക്സാമിന് റെഡി ആയിട്ട് നിൽക്ക. ഈ ഒരു ബുക്കിന്റെ എക്സാമിൽ പാർട്ട് 1ന്റെ എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സെക്കൻഡ് തുടങ്ങും കേട്ടോ. ഓക്കെ, എനി ഡൗട്ട്സ്? ഇല്ല. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് പഠിച്ച പാഠം ഓർമ്മയുണ്ടല്ലോ? കലമുൻ ക ഈ കു. ഓക്കെ, okay, see you in the next class. Ta-ta.